അപ്പോൾ വയനാട്ടിൽ തന്നെ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോണത്. ഇത് നമുക്ക് ചിക്കൻ ചൂടാനുള്ള മുളയാണ്. വെള്ളം, ടെൻറ്റ്, പുതിയ ടെൻറ്റാണ്. പുതിയ ടെൻറ്റിൻ്റെ അൺബോക്സിങ് ആണെന്ന്. പോവാ. ഇവിടുന്ന് ലേശം മേളിലേക്ക് കയറണമാണ് ടാസ്ക്. ഇത് ഇച്ചിരി ഫോറസ്റ്റ് പോലെയാണ്. മരപ്പട്ടി വന്ന് ഞങ്ങളുടെ തലയിൽ വീണു മോനെ. ഇവിടിൻ്റെ മേലെ ഒരു മരത്തിൻ്റെ മേലെ നിന്നൊരു വലിയ സാധനം തലയിൽ വന്ന് വീണ്ടായിരുന്നു സാധനം. ഇത് ഫുള്ള് കാടാണ്. ഈ കാടിൻ്റെ അകത്താണ് നമ്മളിന്ന് ടെൻ്റ് അടിക്കാൻ പോണത്. പ്രൈവറ്റ് ആണിത്, ഫോറസ്റ്റ് ഒന്നുമല്ല. ഇയാളുടെ തലയിലാണ് മരപ്പട്ടി വീണത്. ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടതാ. ഷൂട്ട് ചെയ്യാൻ ഫോൺ എടുക്കാൻ പറ്റില്ല. ആ ഗ്യാപ്പിൽ അത് ഓടിക്കളഞ്ഞ് നിലത്ത് വീണിട്ട്. കഴിഞ്ഞ ദിവസം ഈ വഴി കടുവ പാസ് ചെയ്തെന്ന് പറയണ്ടായിരുന്നു. നോക്കി പോയ എല്ലാവരും. സംഭവം ഇരുട്ടത്ത് പാതിരാത്രി ഈ വഴി കൂടി പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എങ്കിലും അതൊരു അടിപൊളി ഒരു വൈബാണ് അങ്ങനെ നമ്മൾ പോണത്. നമ്മളിവിടെ ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ട്. ക്യാമറയിൽ കിട്ടുമോയെന്നറിയില്ല, കാണിച്ചു തരാം. ദേടാ പാറേൻ്റെ ഇടയിലേക്ക് കയറി. ഇനി ക്യാമറയിൽ കിട്ടൂല, നടക്ക്. ഒരു ചെറിയ കാട്ടുമുയലായിരുന്നു നമ്മുടെ മുമ്പിൽ വന്നത്. പക്ഷെ അത് പെട്ടെന്ന് ചാടിക്കളഞ്ഞു. ഏകദേശം നമ്മൾ മേളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയൊരു സ്വല്പം കൂടിയേ കയറാനുള്ളൂ. കണ്ട, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സുൽത്താൻ ബത്തേരി ടൗൺ. ടൗണിലെ ലൈറ്റാണ് ഈ കാണുന്നത് മൊത്തം. ഇനി പാറേൻ്റെ മേലെ കൂടി കുറച്ച് മേളിലേക്ക് കയറി പോകണം. നമുക്ക് ഇവിടെ ടെൻറ്റ് വെച്ച് സ്റ്റേ അടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ഫ്ലാറ്റ് അല്ലാത്തത് കൊണ്ട് ടെൻറ്റ് ഇവിടെ ഒന്നും സെറ്റാക്കാൻ പറ്റില്ല. ഏറ്റവും ടോപ്പിൽ പോകണം. ടോപ്പിലാകുമ്പോൾ അങ്ങനെ കാടും കാര്യങ്ങളൊന്നുമില്ല. അവിടെയാണ് ഏറ്റവും സേഫ് പോലെ. അങ്ങനെ ഇതാ നമ്മൾ ഏറ്റവും മേളിലെത്തിയിരിക്കുന്നു. എല്ലാവരും കതച്ച് ഊപ്പാടായി എല്ലാവരുടെയും. അത്രയും കയറ്റം കയറാനുണ്ട് മേളിലേക്ക്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഇന്ന് നല്ല നിലാവ് വെളിച്ചമുണ്ട്. ഇതാ നമ്മുടെ ടെൻറ്റ് നമ്മളിവിടെ അടിക്കാൻ പോയാണ്. അപ്പോൾ ടെൻറ്റിൻ്റെ അൺബോക്സിങ്ങും കൂടിയാണ് ഈ വീഡിയോ. ടെൻറ്റ് നമ്മൾ പൊട്ടിക്കാൻ പോയാണ്. വാങ്ങിയിട്ട് ഓപ്പൺ ആക്കി പോലെ നോക്കിയിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് സാധനം എത്തിയത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. 3700 രൂപ സംതിങ് വില വരുന്നത്. 4 ആൾക്ക് വരെ കിടക്കാൻ പറ്റും. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയും. കാരണം എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സംഭവം ഇത് ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സാധനം സെറ്റ് ചെയ്തെടുക്കാം. ഒന്നും മേളിലേക്ക് വലിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നാളെ രാവിലെ നമ്മൾ ക്ലിയർ ആയിട്ട് വെട്ടത്ത് കാണിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 5 ആൾക്കൊക്കെ സിമ്പിളായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ടെൻ്റാണിത്. കമ്പനി വേണമെന്നുണ്ടോ? ഇന്ന കമ്പനിയൊന്നുമില്ല. ഇയാൾക്ക് ലേശം ബുദ്ധിമുട്ടായിരിക്കും. 4 ആൾക്കാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ ടെൻറ്റ്. അങ്ങനെ ഇതാ വായി അടിക്കാനുള്ള പരിപാടിയിലാണ്. നല്ല മഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് പുക വരുന്നുണ്ടല്ലോ. നല്ല മഞ്ഞുണ്ട്, കണ്ടോ? ബത്തേരി ടൗൺ മൊത്തം കാണാൻ പറ്റും. ഞാൻ ടോർച്ച് അടിച്ച് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഷവായി അടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ ചൂടാൻ വിറകില്ലാത്തതുകൊണ്ട് നമ്മൾ വിറക് വെട്ടാനുള്ള പരിപാടിയിലാണ്. പണ്ട് തന്നെ പരിപാടി, ഇപ്പോൾ തന്നെ പരിപാടി. കള്ള വെട്ടാ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ഇട്ടോ ഇട്ടോ ഇട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടുള്ളൂ, ഇനി ഉണ്ടാവും ചാൻസ്. അങ്ങനെ വിറകെടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. ചിക്കൻ ചൂടാനുള്ള വിറകില്ല. സ്ലിപ്പായല്ലേ? മുറിഞ്ഞുണ്ടോ? അതുണ്ട്, കാല് സ്ലിപ്പായല്ലേ? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണിട്ട് ഇത് ഫുള്ള് കടാണല്ലോ. അതെ,
ബ്ലഡ് നിക്കണെങ്കിൽ അല്ലല്ല നമ്മുടെ ചിക്കൻ ചൂടാനുള്ള വിറക് സേവ് ചെയ്യണ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഈ വിറക് മൊത്തം കയറ്റി നമ്മൾ മലേൻ്റെ മേലെ കയറ്റണം. മഞ്ഞ് പറക്കണത് ഉണ്ടോ? ഒരു കൊള്ളി പോലും മിസ്സാക്കില്ല. കഷ്ടപ്പാടിൻ്റെ വില അറിയുന്നുണ്ട്. നേരെ കൂടി വെക്കല്ലോ. നീ ഇതൊരു കാര്യം ചെയ്തോ, ഈ വിറകും കൂടി ഇങ്ങോട്ട് വെക്കണം. ഇങ്ങോട്ട് നീ ഫ്രീ ആയിട്ട് നടന്നു വന്നോ. അത് വേണോ? അത് വെക്കണോ? വെക്കറ വെക്കറ എന്റെ കൈപ്പിടിയിലേക്ക് വെക്കണം. എന്റെ കത്തി കളയല്ലേ. ഇനി ഇതിന് തീ പിടിപ്പിച്ചെടുക്കലാണ് അതിലും വലിയ ടാസ്ക്. ഇത് കത്താൻ ഭയങ്കര പാടാണ് ഇവിടെ. നമുക്ക് അലർജി ഉണ്ട് കേട്ടോ. എപ്പോഴെപ്പോഴും അസുഖം ഇല്ലെങ്കിൽ നമ്മളപ്പം പിന്നെ പറയാതെ എന്തോന്ന് സൈസ് ആക്കിയിട്ടാലോ. കത്തി വിടുക. എൻ്റെ ഒരു വെട്ടിനെ കുറിച്ച് സംഭവം. ഇനി സീനില്ല, വിറക് നന്നായിട്ട് കത്തി കിട്ടി. ഇനി ഇതൊന്ന് കനലായി കിട്ടിയാൽ മതി. മസാലയൊക്കെ പുരട്ടി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഷവായി ചിക്കൻ കയറ്റിക്കൊണ്ടിരിക്കുക. എനിക്ക് കമ്പ്യൂട്ടർ ഇവിടെ ഒന്ന് കെട്ടുക, കാലും കൂടെ പൊട്ടി കെട്ടുക. ചിക്കൻ ചെറിയ നൂൽക്കമ്പി കൊണ്ട് നമ്മളതിലും ഫുള്ള് ചുറ്റനുണ്ട്. ഇല്ലെങ്കിൽ ഇത് കറക്കാൻ നേരം ചിലപ്പോൾ കറങ്ങി കളിക്കും. പിന്നെ ചിലപ്പോൾ താഴെ വീണ് അടന്നു പോകാനും ചാൻസ് ഉണ്ട്. ഇനി ഒന്ന് ചുറ്റി വലഞ്ഞു മണ്ണ് പറ്റാത്ത രീതിയിൽ സെറ്റാക്കിക്കോ. കാലുണ്ടല്ലേ, കാലിൻ്റെ ഇവിടെ ഇത് സെൻറ്ററാക്കണം. ഓക്കെ, സെറ്റല്ലേ. തിരിക്കാനിപ്പോൾ ആ കൈ കൊണ്ട് പോരെ. വെയിൽ കറങ്ങുമല്ലോ. ഈ മുളേൻ്റെ അറ്റത്ത് വേണം. എന്താണ്ട് മറന്നല്ല. കനലൊന്നും ആയില്ല, പക്ഷെ ഞങ്ങൾ ചിക്കൻ അങ്ങ് വെച്ച് കൊടുത്ത് ഇച്ചിരി ഹൈറ്റിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത്. ഇപ്പൊ തന്നെ രാത്രി ഒരുപാട് സമയമായി. ഇനിയിപ്പോ നേരം വെളുക്കുമ്പോൾ ഇരിക്കേണ്ടി വരില്ലെങ്കിൽ രാത്രി ഇത്രയും വലിയ മലേന്റെ മേലെ വന്ന് ചിക്കനും ചുട്ട് താഴെ കാണുന്ന ബത്തേരി സിറ്റിയും കണ്ട് ടെന്റ് അടിച്ച് കിടക്കുന്ന ഒരു വൈബ്, അതൊരു വൈബ് തന്നെ. അങ്ങനെ ചിക്കൻ ആയിക്കൊണ്ടിരിക്കണു. നമ്മൾ ചപ്പാത്തി വാങ്ങിയായിരുന്നു. ചപ്പാത്തി റെഡിയാക്കാനുള്ള ഓരോരോ പരീക്ഷണത്തിലാണ്. ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല സാധനം. ഇവന്മാരുടെ വേവിക്കൽ കണ്ടിട്ട് ഇന്ന് തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണം. ഇതൊക്കെ താഴെ വീണ് പോയേ. ചപ്പാത്തി കോരി കുത്തി ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ടും സംഭവം അങ്ങോട്ട് സെറ്റ് ആവണില്ല. അങ്ങനെ മൂന്നാമത്തെ പരീക്ഷണം ഞങ്ങളുടെ സെറ്റായി. 2 കമ്പ് വെച്ച് അതിന്റെ മേലെ ചപ്പാത്തി ഇട്ട് നോക്കിയപ്പോ സംഭവം സെറ്റായി. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനും ചപ്പാത്തി സെറ്റായിട്ടുണ്ട്. കഴിക്കാൻ പോയാണ്. ഫോണിൽ ചാർജും കുറവാണ്. മലയിലായതുകൊണ്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, പവർ ബാങ്കും ഇല്ല. അപ്പൊ ചാർജ് തീർക്കണ്ട, കഴിച്ചു കഴിഞ്ഞ് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ടെന്റിനുള്ളിൽ കയറി ഉറങ്ങാൻ പോയാണ്. ഇനിയിപ്പോൾ രാവിലത്തെ സൺറൈസ് ആണ് ഇവിടെ അടിപൊളി സാധനം. അതെന്തായാലും നമുക്ക് കണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയാലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ സമയം 2 മണി 2:30 സമയം ആയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് അലാറം വെച്ച് എണീറ്റതാ. അടിപൊളിയാണ്. കോട ഫുള്ള് മൂടി, സൂര്യനങ്ങ് ഉദിച്ച് വന്നുള്ളൂ. മേളിലേക്ക് അങ്ങനെ പൊങ്ങിയിട്ടില്ല. കോട അങ്ങനെ വലിയ കോട ഇല്ല, എങ്കിലും കോടയുണ്ട്. സാധാരണ ഇവിടെ ഇതിൽ കൂടുതൽ കോട ഉണ്ടാവണം. കാരണം ഇത് ഇവിടെ ഇങ്ങനെ ഫുള്ള് കോട മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ എപ്പോഴും വരാറുള്ളത്. നല്ല തണുപ്പുണ്ട്, പക്ഷെ തണുപ്പ് നല്ല തണുപ്പാണ്. കോട കുറവാണെങ്കിലും തണുപ്പിനൊരു കുറവില്ല. സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ ഇതൊരു അടിപൊളി ഒരു സ്പോട്ടാണ്. എപ്പോഴും സൺറൈസ് തന്നെയാണ് ഇവിടെ അടിപൊളി. സൺസെറ്റ് അത്ര വൈബ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. രാവിലത്തെ ഈ തണുപ്പും ടെൻറ്റിലെ സ്റ്റേയും സൺറൈസും ഒക്കെ ഒരു അടിപൊളി ഒരു വൈബാണ്.
സൂര്യൻ അങ്ങനെ പൊങ്ങി തുടങ്ങി. അടിപൊളി ഒരു കളറായിപ്പോ, നല്ലൊരു കളറാണ് ഇപ്പൊ സൂര്യൻ പൊങ്ങി വന്നു കഴിഞ്ഞപ്പോ. ഇത് ക്യാമ്പ് ചെയ്യാൻ അടിപൊളി ഒരു ലൊക്കേഷനാണ്. എത്ര വന്നാലും മടുക്കൂല നമുക്ക്. സൺറൈസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി. ഏകദേശം 10 മണിയായപ്പോഴാണ് ഞങ്ങൾ പിന്നെ എണീറ്റത്. അങ്ങനെ എണീറ്റപ്പോൾ നല്ല വെയിലായി, നല്ല ചൂടായി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി പോയാണ്. ഇന്നലെ ഞങ്ങൾ ഈ പാറേന്റെ മേലേക്കാണ് ആ വിറകൊക്കെ കയറ്റിക്കൊണ്ട് വന്നത്. അത്രയും ടാസ്ക് ആയിരുന്നു. ഇങ്ങനത്തെ കാട്ടിലൂടെ ആയിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ നടന്നു വന്നത്. ഏകദേശം ഈ സ്പോട്ടിൽ വെച്ചായിരുന്നു മുയൽ നമ്മുടെ ഫ്രണ്ടിൽ വട്ടം ചാടിയത്. പക്ഷേ ഫോണിൽ കിട്ടിയില്ല. ഈ മരത്തിന്റെ വേര് കണ്ട പാറേനെ മൊത്തം കവർ ചെയ്ത്. ഈ മലേന്റെ മേലെ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്നത്. ഇത്രയും വലിയ മലേന്റെ മേളിലായിരുന്നു ഇന്നലെ ഞങ്ങൾ.